ആദ്യത്തെ ഒരു ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പാവയുടെ ടാസ്കിൽ അക്ബറും അനുമോളും തമ്മിൽ വൻ ക്ലാഷ് ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ആരുടെ പക്ഷം പറയണം എന്നുള്ള ഒരു അവസ്ഥ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഏതായാലും ശരി, അടുത്ത ഒരു റൗണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവരും കുറച്ച് ഓക്കെ എക്സ്പീരിയൻസ് കഴിഞ്ഞല്ലോ, രണ്ടാമത്തെ റൗണ്ട് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ചെയ്യും എന്നൊക്കെ കരുതി. പക്ഷേ വളരെ വൃത്തികെട്ട രീതിയിൽ ഗെയിം കളിച്ചത് നെവിനാണ്, നെവിൻ മാത്രമാണ്. ബാക്കി എല്ലാവരും ഈ ഒരു റൗണ്ട് വന്നപ്പോഴത്തേക്കും അനീഷ് അവിടെ നിന്ന് മാറിയതേ ഇല്ല. അനീഷ് തല എടുത്ത് അകത്തിട്ടിട്ട് എന്നിട്ട് അക്ബർ കുറച്ച് ബാക്കിലോട്ട് നിന്നു, അനുമോൾ ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു. അവരൊക്കെ ആ ഒരു പ്രശ്നം ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ എല്ലാവരും അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുത്തു. ഷാനവാസ് എനിക്ക് പാവയൊന്നും വേണ്ട, നിങ്ങൾ കളിക്ക് എന്ന് പറഞ്ഞ് കൈയും കെട്ടി മാറി നിന്നു. ആരെയും പറ്റുന്ന കണക്കൊക്കെ കൈയൊക്കെ എത്തി, നീളം ഉണ്ടായതുകൊണ്ട് കൈയൊക്കെ എത്തി ഈ പറയുന്നതൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാബുമോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി സാബുമാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദില, നൂറ ഇവരൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ തലയൊക്കെ ഇട്ട്, ലക്ഷ്മിയൊക്കെ തലയൊക്കെ ഇട്ട് മാക്സിമം അള്ളിപ്പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അക്ബർ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടു, ആരെയും ഞെരിക്കാതിരിക്കാനുള്ള ഡിസ്റ്റൻസ് അക്ബർ ഇടുന്നുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഇടുന്നുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചു. ഇനി നെവിൻ ശരിക്കും പറഞ്ഞാൽ കിട്ടിയതൊക്കെ നുള്ളി പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ, ഇനി അനുമോളുടെ കാര്യം കൊണ്ടൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. അനുമോള് മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അനുമോളുടെ കൈക്ക് കിട്ടുന്നുണ്ട്. കാരണം അനുമോള് നന്നായിട്ട് അതിനകത്ത് കമന്നങ്ങ് കിടക്കുക, വരുന്നത് നുള്ളി പറക്കി അനുമോളും എടുത്ത് ഉടുപ്പിന്റെ അകത്തൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അനുമോള് പറയുന്നുണ്ട്, അനുമോളെ മാറും, ഞങ്ങൾക്ക് കൂടി എടുക്കണം എന്നൊക്കെ ആരൊക്കെയോ വിളിച്ചു പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട്, എല്ലാവരും സമാധാനപ്പെടും, ഒന്നും കിട്ടാത്ത എല്ലാവർക്കും ഞാൻ തരുന്നതായിരിക്കും, ഞാൻ തരും, ഉറപ്പായിട്ട് ഞാൻ തരും എന്ന് അനുമോള് പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം. അതൊരു എന്തായാലും ജയിക്കാൻ പോകുന്നില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവർ കാണിക്കുന്നത് നല്ല കാര്യം. ഓക്കെ ഫൈൻ, കൊടുക്കുവോ കൊടുക്കാതിരിക്കോ. പക്ഷേ അതിനുശേഷം ആ ഒരു ഗെയിമിന്റെ അവസാനം ആയപ്പോഴത്തേക്കും തറയിൽ വീണ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നുള്ളി പറക്കുന്നതിന്റെ ഇടയ്ക്ക് അനുമോളിന്റെ പാൻസിന്റെ ഇടയിൽ കൂടെ ആ ഒരു പാവയുടെ ഹെഡ് കുറച്ച് കാണാമായിരുന്നു. അപ്പൊ അനുമോള് കാലൊരു ത്രെഡ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അത് താഴോട്ട് പോയി അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് മുറുക്കിയൊക്കെ മാറ്റിയൊക്കെ കെട്ടിവെച്ചിരുന്നതാ. പക്ഷെ നെവിനാണെങ്കിൽ അനുമോളിന്റെ ഈ പറയുന്ന ഉടുപ്പിന്റെ ഇടയിൽ കൂടെ താഴെ കണ്ട അനുമോളുടെ ദേഹത്ത് നിന്നാണ് അത് താഴെ ആ ഒരു പാവ കണ്ടത്. അത് വലിച്ച് മാന്തി എടുത്തുകൊണ്ട് പോയി. അപ്പം കണ്ടു നിന്ന് എല്ലാവരും, ആദില, നൂറ, ഷാനവാസ് ഇവരെല്ലാവരും പറഞ്ഞു തറയെ വീണത് തമ്മിൽ തല്ലി അടിക്കൂടി എടുക്കുന്നതായിട്ടാണ് കണ്ടു നിന്നവർക്കും ലൈവ് കാണുന്നവർക്കും ആദ്യം തോന്നുക. പക്ഷെ അതായിരുന്നില്ല സംഭവം. ആ അനുമോള് എടുത്ത് അകത്തിട്ട ആ ഉടുപ്പിനകത്തിട്ടത് താഴെ എങ്ങാണ്ട് തല പോലെ കണ്ടപ്പോ അതാണ് നെവിൻ പോയി അള്ളിപ്പറിച്ചെടുക്കാൻ ശ്രമിച്ചത്. അപ്പൊ അത് അനുമോളുടെ നെവിന്റെ ഭാഗത്തെ തെറ്റാണ്. അത് നെവിൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അനുമോള് കഷ്ടപ്പെട്ട് എടുത്തതാണ്. അപ്പോഴത്തേക്ക് അനുമോള് ഉറക്ക നില വിളിച്ച് കരഞ്ഞ് ബഹളം വെച്ച് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇതൊന്നും ജയിക്കത്തില്ല, ഞാൻ ഇത് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ കഷ്ടപ്പെട്ടെടുത്തതല്ലേ, നിങ്ങൾ എന്തിനാ അത് അങ്ങനെ വലിച്ചെടുത്തോണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് നെവിന വല്ലാത്ത രീതിയിലൊക്കെ വഴക്ക് പറഞ്ഞിട്ട് നെവിൻ അതൊന്നും കാര്യമാക്കുന്നില്ല. കൂളായിട്ട് നെവിൻ ആ കിട്ടിയതും കൊണ്ടുപോയി അവിടെ പോയിരുന്ന് എണ്ണി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദിലെടുത്തും നൂറെടുത്തും ഒക്കെ അനുമോള് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാൻ എടുത്തു വെച്ചതാണ്, അതാണ് അവൻ എടുത്തോണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അത് പറയാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കാർഡ് നെവിൻ അവിടെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അനുമോളുടെ ദേഹത്തു നിന്ന് എടുത്തുകൊണ്ട് പോയ ഒരു കാര്യമാണ് അത്. അതുകൊണ്ട് തന്നെ നെവിൻ വന്ന് കൈയെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അനുമോള് ഇന്റൻഷനലി മാന്തി പറിച്ചതാണെന്ന് പറഞ്ഞിട്ട് നെവിൻ കൈയെല്ലാം കാണിച്ച് അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെവിന്റെ ആ കാർഡ് കീറിയേ പറ്റൂ. അതായത് ഇന്റൻഷനലി അനുമോള് തന്നെ ഉപദ്രവിച്ചു, അള്ളി മാന്തി ദേഹോപദ്രവം ചെയ്തു. അപ്പോൾ അനുമോളെ ഈസി ആയിട്ട് എവിക്റ്റ് ചെയ്യണം എന്ന് പറയാനാണ് നെവിൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അനീഷ് ഷാനവാസിന്റെ കയ്യിൽ കടിച്ച അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്, സ്റ്റിച്ചിടേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ടാസ്കിനകത്ത് ഇമാതിരി കടിയും അള്ളും മാന്തലും ഒക്കെ സ്വാഭാവികമായിട്ട് അങ്ങ് കണ്ട് കരുതി തുടച്ചങ്ങ് കളഞ്ഞാൽ മതി നെവിൻ ശരിക്കും പറഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ മാത്രം ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവിടെ ഇവിടെയും കട്ടെടുക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം ഉപയോഗിക്കും. നമ്മൾ പ്രൊമോ വീഡിയോയിൽ കണ്ടതുപോലെ അക്ബറിന്റെ പാവകൾ ആര് മോഷ്ടിച്ചു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. എനിക്കും ഇപ്പം വേണമെങ്കിൽ പറയാം, ഈ വഴക്കിന്റെ ഇടയിൽ അനുമോളാണെന്ന് സംശയിക്കാം, നെവിനാണെന്ന് സംശയിക്കാം, ആര്യനാണെന്ന് സംശയിക്കാം, ഷാനവാസ് ആണെന്ന് സംശയിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കതൊന്നും നോക്കേണ്ട. എന്തായാലും ലൈവ് വരട്ടെ. ഏതായാലും അനുമോൾ ഈ പേരും പറഞ്ഞ് നെവിന് പുറത്താക്കാൻ പറ്റൂല. ഒരു വട്ടം നെവിൻ പുറത്തു പോയത് അനുമോളുടെ പേര് പറഞ്ഞിട്ടാണ് ഇറങ്ങി ഓടിയത്. ഇത്തവണ അതേ കണക്ക് അനുമോളെ എന്തായാലും ചവിട്ടി പുറത്താക്കാം എന്ന് കരുതിയിട്ടാണ് ഇത് വലിയൊരു ഇഷ്യൂ ആക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നടക്കില്ല.
എനിക്ക് തോന്നുന്നു ഈ ഒരു ടാസ്ക് വളരെ എന്താണ് നിസ്സാരമായിട്ടേ ലാലേട്ടൻ സംസാരിച്ച് വിടത്തോളൂ. അക്ബറിനും അനുമോളും തമ്മിലുള്ള പ്രശ്നമായിക്കോട്ടെ, ഇപ്പൊ നെവിനുമായിട്ടുണ്ടായ പ്രശ്നം ഒന്നും വലിയ സംഭവമായിട്ട് ലാലേട്ടനോ ബിഗ് ബോസ് ടീമോ എടുക്കാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. ഇനി അടുത്ത പ്രൊമോയിൽ കണ്ട ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അക്ബറിന്റെ ആ പാവകൾ അത് മോഷ്ടിച്ചുകൊണ്ട് പോയത് ആര് എന്നുള്ളത്, അത് നമുക്ക് വഴിയേ അറിയാം. സോ നിങ്ങൾ സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.